ഒരു മനുഷ്യൻ പറയുകയാണ് ലോകം മുഴുവനും അയാളെ തകർക്കാൻ ശ്രമിക്കുകയാണ്, കോർണർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൊല്ലുവാൻ ശ്രമിക്കുകയാണ്, ഗവൺമെന്റ് കൊല്ലാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു, തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ലോകം മുഴുവനും അങ്ങനെ ചെയ്യുന്നു എന്ന് ഒരാൾ അവകാശപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് ലോകത്തിന്റെ മുഴുവനും കുഴപ്പമാണോ അതോ അയാളുടെ ചിന്തകളുടെ കുഴപ്പമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടത് ഞാൻ. അപ്പൊ നമ്മുടെ സിനിമാ സംവിധായകൻ സനൽകുമാർ ശശിധരൻ അങ്ങനെ പറഞ്ഞതിനേക്കാളും പലർക്കും മനസ്സിലാവുക ഈ മഞ്ജു വാര്യരുടെ പിന്നാലെ നടന്ന് കുറച്ച് കാലങ്ങളായി ശല്യം ചെയ്യുന്ന ആ മനുഷ്യൻ. അങ്ങനെ പറഞ്ഞ ഒരുവിധം എല്ലാവർക്കും കത്തിക്കാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സനൽകുമാറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ് സംഭവം എന്നുള്ള ഒരുവിധം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അതായത് 2-3 വർഷം മുമ്പ് ഈ പറഞ്ഞ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യർ വെച്ചൊരു സിനിമ എത്തിയിട്ടുണ്ടായിരുന്നു. കയറ്റ് എന്നുള്ളതാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുത്ത് പിന്നാലെ നടന്നു ശല്യം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അന്ന് പുള്ളിക്കാരനെ പോലീസ് അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെറുതെ വിട്ടു. അങ്ങനെ ഇങ്ങനെ US മുങ്ങി. പിന്നെ കുറച്ചു കാലം ഇങ്ങനെ കുറിച്ച് വലിയ വാർത്തകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഒരു 5-6 ദിവസം മുന്നേ ഒരു ലൈവ് വരുന്നത്. എന്താണ്? മഞ്ജു വാര്യർക്ക് വധഭീഷണി ഉണ്ട്, മഞ്ജു വാര്യർ ഒരു ഫേക്ക് ഐഡി വെച്ച് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനും മഞ്ജു വാര്യർ ഇപ്പൊ സ്ഥിരമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഏതോ ഒരു പെൺകുട്ടീനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ പുറത്തിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാകും മലയാളം അറിയാത്ത ഏതൊരു തമിഴത്തി മലയാളം സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലാണത്. അത് പക്ക ഫേക്ക് വോയിസ് ക്ലിപ്പ് ആയിരുന്നു. എന്തായാലും പുള്ളിക്കാരൻ അങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞ മഞ്ജു വാര്യർ വീണ്ടും ഇങ്ങനെക്കെതിരെ പോയി കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം ആളിപ്പോ US-ലാണല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും മഞ്ജു വാര്യർ വെച്ച് കയറ്റം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ ഇതേ സനൽകുമാർ ശശിധരൻ തന്നെ മുമ്പ് ടൊവിനോ തോമസിനെ വെച്ച് വഴക്ക് എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വഴക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് 8 മാസം മുന്നേ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. പലരും അത് ശ്രദ്ധിച്ചു കാണും. നമുക്ക് എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ആ വാർത്ത ഒന്ന് കേട്ടോക്കാം. സംവിധായകൻ സനൽകുമാർ ശശിധരനും നടൻ ടൊവിനോയും തമ്മിൽ വാക്കുതർക്കത്തിനിടയാക്കിയ വഴക്ക് സിനിമാ വിവാദം പുതിയ തലത്തിൽ. സിനിമയുടെ ലിങ്ക് സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ വിവാദം പുതിയ തലത്തിൽ എത്തിയിരിക്കുകയാണ്. സിനിമ റിലീസ് ചെയ്യാൻ ടൊവിനോ അനുവദിക്കുന്നില്ല എന്ന ആരോപണത്തിന് പിന്നാലെയാണ് സംവിധായകൻ സിനിമ FBയിൽ പങ്കുവച്ചത്. പ്രേക്ഷകർക്ക് കാണാനുള്ളതാണ് സിനിമയെന്നും എന്തുകൊണ്ട് ഇത് പുറത്തു വരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാമെന്നുമുള്ള കുറിപ്പോടെയാണ് 1 മണിക്കൂർ 33 മിനിറ്റുള്ള സിനിമയുടെ ലിങ്ക് സനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് തോന്നലുള്ളതുകൊണ്ട് വഴക്ക് തിയേറ്ററിലോ OTTയിലോ റിലീസ് ചെയ്യാൻ ടൊവിനോ ശ്രമിക്കുന്നില്ല എന്നായിരുന്നു സംവിധായകന്റെ ആരോപണം. എന്നാൽ സംവിധായകന്റെ ആരോപണം ശരിയല്ലെന്ന് വ്യക്തമാക്കിയ ടൊവിനോ സനൽകുമാർ ശശിധരനോടുള്ള ബഹുമാനം കൊണ്ടായിരുന്നു വഴക്കിന്റെ പ്രൊഡക്ഷൻ ഏറ്റെടുത്തതെന്നും 27 ലക്ഷം മുടക്കുകയും 1 രൂപ പോലും തനിക്ക് ശമ്പളമായി കിട്ടിയില്ലെന്നും പ്രതികരിച്ചിരുന്നു. എന്നാൽ ടൊവിനോ കള്ളം പറയുന്നുവെന്ന് ആരോപിച്ചതിന് പിന്നാലെയാണ് വഴക്കിന്റെ പ്രിവ്യൂ കോപ്പിയുടെ ലിങ്ക് ആർക്കും സൗജന്യമായി കാണാവുന്ന വിധത്തിൽ സനൽകുമാർ പങ്കുവച്ചത്. അതാണ്. അപ്പോൾ ടൊവിനെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, തിയേറ്ററിലോ OTTയിലോ വഴക്ക് സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ച പണി എന്താണ്? സിനിമ എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്യണം നിങ്ങൾ കണ്ടിരിക്കണം. ഒരു സിനിമ എന്നൊക്കെ പറയുന്നത് കോടികൾ മുടക്കുമതിലും മുടക്കി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ എങ്ങനെ സ്വയം ഫേസ്ബുക്കിലിട്ട് നശിപ്പിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഞാനിതിനൊക്കെ പറയാ. എന്നിരുന്നാലും ഇതേ സനൽകുമാർ തന്നെ 2 ദിവസം മുന്നേ വന്ന ലൈവിൽ ഇതേപോലെ തന്നെ മഞ്ജു വാര്യർ വെച്ച് ചെയ്ത സിനിമ ആയിട്ടുള്ള കയറ്റവും FBയിൽ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ പറയുന്ന പോസ്റ്റർ ഒന്ന് കേൾപ്പിച്ചു തരാം. This film, Kayatam, we shot it in the Himalaya. Many people come together to make the film, risking their life, and it is my duty, I think, to release the film for the audience, because these people who collaborated to make this film did that, risking their life to showcase their talents. So I have to do this, and I will publish the film online for free tomorrow. അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ റിലീസ് ചെയ്തില്ല കേട്ടോ. ഇതെന്നാണ് പുള്ളിക്കാരന്റെ പരിപാടി എന്ന് തോന്നുന്നു. ഇതിപ്പോ ഇങ്ങനെ റിലീസ് ചെയ്യാനുള്ള റീസൺ ആയിട്ട് പുള്ളിക്കാരൻ പറയുന്നത് മഞ്ജു വാര്യർ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, മഞ്ജു വാര്യരുടെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നാണ്. നിങ്ങൾ നോക്കണേ, ടൊവിനോ സിനിമ റിലീസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പുള്ളിക്കാരന് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് വെറുതെ കൊടുത്തു. ഇതേ ആൾ തന്നെ സിമിലർ ആയിട്ടുള്ള കാരണം മഞ്ജു വാര്യർ വെച്ചുകൊണ്ട് ഇപ്പതാ കയറ്റ് മൂവിയും ഇതേമാതിരി റിലീസ് ചെയ്യാൻ പോകും. നിങ്ങൾക്ക് എന്താ വട്ടാണോ അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. എന്നിരുന്നാലും അന്ന് ഈ വഴക്ക് മൂവിയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ടൊവിനോ ആദ്യമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അന്ന് ടൊവിനോ പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടോക്കാം. ദിവസങ്ങൾക്ക് ശേഷം പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവലിന്റെ ആൾക്കാർ നമ്മളുടെ സിനിമയെ റിജക്ട് ചെയ്തു, ഒരു ഇന്റർനാഷണൽ കോക്കസ് നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പുള്ളിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്റെ അമ്മോ അങ്ങനെയൊക്കെ ഉണ്ടാവൂ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നീട് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു, ആ സിനിമ പക്ഷെ എന്നാലും നമ്മൾ വേറെ ഫെസ്റ്റിവൽസ് കൂടെ വന്നിട്ട് അങ്ങനെ നമുക്ക് ചില ഫെസ്റ്റിവൽസിൽ നമുക്ക് കിട്ടുകയും ചെയ്തു, അപ്പൊ ചില ഫെസ്റ്റിവലുകൾ റിജക്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ആ സിനിമ
ഗണത്തിൽപ്പെടുന്ന സിനിമകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽസും ഉണ്ട്, അല്ലാത്ത ഫെസ്റ്റിവൽസും ഉണ്ട്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു വഴക്ക് നല്ല സിനിമയാണ് എന്നാണ്. ഒരിക്കലും ഞാൻ എൻ്റെ ഒരു സിനിമയും ഡിസോൺ ചെയ്യില്ല. നല്ലതായാലും ചീത്തയായാലും വിജയമായാലും പരാജയമായാലും ഞാൻ എൻ്റെ ഏത് സിനിമയും, ഞാൻ ചെയ്തിട്ടുള്ള സിനിമ ഞാൻ കഥ കേട്ട് ഞാൻ ആ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സിനിമയും ഞാൻ ഡിസോൺ ചെയ്യില്ല. അങ്ങനെ പുള്ളി ഇതിന് ശേഷം നമുക്ക് IFFK സ്ക്രീൻ ചെയ്യാനായിട്ട് അവസരം കിട്ടി. അപ്പൊ ആ സമയത്തും പുള്ളി പറഞ്ഞു IFFK ആൾക്കാർ തകർക്കാൻ ശ്രമിക്കുകയാണ്, സ്ക്രീനിങ്ങിന് സമ്മതിക്കില്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ IFFK അത് സെലക്ട് ചെയ്യുകയും അത് സ്ക്രീൻ ചെയ്യുകയും ചെയ്തു. അന്ന് ഞാൻ അജയന്റെ 2ാം മോഷണം എന്നുള്ള സിനിമയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് കാസർഗോഡായിരുന്നു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരത്ത് വരികയും ഞാൻ ഈ സിനിമയുടെ ഫസ്റ്റ് സ്ക്രീനിങ്ങിന് ആളുകളുടെ കൂടെ ഇരുന്ന് സിനിമ കാണുകയും ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിറച്ച ആളുണ്ടായിരുന്നു വഴക്ക് കാണാനായിട്ട്, തിയേറ്ററിന് പുറത്ത് വഴക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാരത് ഇഷ്ടപ്പെടുകയും ഞാൻ അവരുടെ ആൾക്കാരോട്ട് സംവദിച്ചതാണ് അന്നത്തെ ദിവസം ഈ സിനിമയെ പറ്റിയിട്ട്. അതിനുശേഷം പുള്ളി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു നമുക്കിത് തിയേറ്ററിൽ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, ഞാൻ ഒരിക്കലും തിയേറ്ററിൽ റിലീസിന് എതിര് നിൽക്കില്ല. കാര്യം വെച്ചാൽ പുള്ളി പറഞ്ഞത് വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം, അതിന്റെ റിസ്ക് അവരെടുത്തോട്ടെ എന്ന് പറയുന്ന സമയത്ത് എനിക്കതൊരു ഒരാളെയും കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് അവരെ കൊണ്ട് റിസ്ക് എടുപ്പിച്ചിട്ട്, കാര്യം ഇത് പുള്ളി അന്ന് ആ തിയേറ്ററിൽ IFFK വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് അക്കാഡമിക് നിലവാരമുള്ള സിനിമകൾ, അങ്ങനെയുള്ള സിനിമകൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ്. അവര് അത്രയും താല്പര്യത്തോടെ അത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമ്മളിതൊരു വൈഡ് റിലീസ് ഒക്കെ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആൾക്കാർ തിക്കിത്തള്ളി കയറുന്ന ഒരു സിനിമ ആയിരിക്കില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കാര്യം നമ്മൾ ഓരോ സിനിമയും ചെയ്യുന്ന സമയത്ത് ആ സിനിമയുടെ ഓഡിയൻസ് എന്താണ് എന്ന് ചിന്തിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഭയങ്കര മൂവി ബഫ്സും അങ്ങനത്തെ എന്തൂസിയാസ്റ്റും ആയിട്ടുള്ള ആൾക്കാരാണ് ഈ സിനിമ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, പുള്ളി അത് മിസ്ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് ആ പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പൊ എനി ഡേ ആർക്ക് വേണമെങ്കിലും അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ചേട്ടാ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നമ്മൾ IFFK കണ്ട ആൾക്കാരൊന്നും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഈ പടം തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാരല്ല. അപ്പോൾ ഈ സിനിമ നമ്മൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെയാണ് സിനിമയും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവുന്നവർക്കറിയാം. ഇത് ദിവസങ്ങൾക്കുള്ളിൽ ആൾക്കാർ കുറവാണെന്നും പറഞ്ഞിട്ട് അത് ഒരു പരാജയ ചിത്രം ഒന്ന് കണക്കിലെടുത്ത് അതിനെ എന്താ പറയാ ഹോൾഡ് ഓവർ ആയി പോകും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സിനിമ അർഹിക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ആ സിനിമ അർഹിക്കുന്ന ഓഡിയൻസിലേക്ക് അത് എത്തുകയില്ല. നമ്മൾ ഓരോ സിനിമയും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒക്കെ അത് നമ്മൾ ആൾക്കാരെ പറ്റിച്ചൊന്നും തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ റൈറ്റ് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതിന് ഞാൻ പറഞ്ഞത് പുള്ളിയുടെ അടുത്ത്, ചേട്ടാ OTTയിലൊക്കെ നമ്മൾ ഡയറക്റ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഓഡിയൻസിലേക്ക് എത്താൻ പറ്റും. അതല്ലെങ്കിൽ ഹോൾഡ് ഓവർ ആയി പോയൊരു സിനിമയായിട്ട് ഇത് മാറും. ഓക്കെ, ഇതാണ് ഇപ്പൊ ആ സിനിമേന്റെ പിന്നാമ്പുറത്ത് നടന്നത്. പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെന്ന് സനൽകുമാർ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസർ ആണ് ഈ പറയുന്ന ടോവിനോ എന്ന് പറയുന്നത്. പുള്ളിക്കാരനും ഈ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കിയിട്ടുണ്ട് 27 ലക്ഷത്തോളം. അപ്പൊ ഒരു കോ പ്രൊഡ്യൂസർ എന്ന നിലയിൽ ടോവിനോ എന്ത് പറഞ്ഞു, നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് പകരം OTTയിൽ റിലീസ് ചെയ്തുകൂടെ ചേട്ടാ എന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ എപ്പോഴും സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് എതിരെ നിന്നിട്ടില്ല. ഇങ്ങനെ ഒരു ഒപ്പീനിയൻ മാത്രമാണ് മുന്നോട്ട് വെച്ചത്. ടോവിനോന്റെ ആസ്പെക്ട് നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു ഒപ്പീനിയൻ മുന്നോട്ട് വെച്ചത്. കുറെയൊക്കെ പുള്ളിക്കാരന്റെ ഭാഗത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ശരിയുമാണ്. കാരണം എല്ലാ സിനിമകളും തിയേറ്ററിൽ റിലീസ് ചെയ്ത വിജയിച്ചോളണമെന്നില്ല. നേരെ മറിച്ച് OTTയിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് വമ്പം വിജയിച്ച് മാറാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ ആ ഒരു മൈൻഡ് വെച്ചിട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. പക്ഷേ സനൽകുമാർ അതിനെടുത്തത് വേറൊരു ആസ്പെക്റ്റിലാണ്. പുള്ളിക്കാരൻ എന്തോ ടോവിനെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ് ടോവിനോന്റെ അഭിപ്രായത്തെ എടുത്തത്. എന്ത് പറയാനാണ് ഇതിനൊക്കെ അല്ലേ? ഇനിയിപ്പോ ഈ ടോവിനെ ഇതേമാതിരി OTT റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ആ സമയത്തുണ്ടായ പ്രതിസന്ധിയെ കുറിച്ച് ടോവിനോ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കൂടി കേട്ടോക്കാം. പിന്നെ OTT സെയിൽസ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെന്നപ്പോൾ ഈ പോളിസീസ് അംഗീകരിക്കാത്തത് മാത്രമല്ലായിരുന്നു പ്രശ്നം, ഇദ്ദേഹത്തിന്റെ സോഷ്യൽ പ്രൊഫൈലും ഒരു പ്രശ്നമായിരുന്നു. സനലേട്ടൻ ആൾക്കെതിരെ ഒരു കേസും അറസ്റ്റും ഒക്കെ നടന്നതാണ്. അപ്പോൾ OTT പോളിസീസിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അവർ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെയും അവരുടെ സിനിമകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഈ കോർപ്പറേറ്റുകൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് വിൽക്കാൻ പറ്റാതിരുന്നത്. ഇതാണ് സത്യാവസ്ഥ. പുള്ളിയും ശ്രമിച്ചു, പുള്ളി തന്നെ ഗോകുലിനോട് പറയേണ്ട, പുള്ളി തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ശ്രമിച്ചിട്ടും നടന്നില്ല. അതിന്റെ കാരണങ്ങൾ ഇതാണ്. ഞാനിത് കഴിഞ്ഞിട്ട് അക്കാഡമിക് സർക്കിളിലുള്ള വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ കരിയർ ഏതെങ്കിലും ഒരു സിനിമ അക്കാഡമിക് സർക്കിളിലുള്ള സിനിമ ചെയ്തിട്ട് ആ സിനിമ സാമ്പത്തിക ലാഭം കിട്ടാതെ വരുമ്പോൾ തകർന്നു പോകുന്നൊരു കരിയറാണെന്നൊരു തോന്നൽ എനിക്കുണ്ടെങ്കിൽ ഞാൻ അദൃശ്യജാലകങ്ങൾ പോലൊരു സിനിമ കോ പ്രൊഡ്യൂസറായിട്ട് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും അത് തിയേറ്ററിൽ റിലീസ് ചെയ്തതാണ്. അന്നൊരു ദിവസം ഫുൾ ഞാൻ പ്രൊമോഷൻ വന്നിരുന്നത് ഇവിടുത്തെ എല്ലാ മീഡിയാസും കണ്ടതാണ്. ഡോക്ടർ ബിജു സാറും അതിന്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാധികയും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആ സിനിമ നമ്മൾ OTTയിലും അവർ വാങ്ങി. കാരണം പോളിസീസ് അംഗീകരിക്കാൻ തയ്യാറായിരുന്നു. സോഷ്യൽ പ്രൊഫൈല് ഡോക്ടർ ബിജു സാറിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നല്ലതായിരുന്നു. അതാണ് ഇവിടെ സനൽകുമാറും മഞ്ജു വാര്യരുടെ പിന്നാലെ നടന്നതിന്റെ പേരിൽ മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
അത് ചൂണ്ടിക്കാട്ടിയിട്ടാണ് OTT-കാര് പുള്ളിക്കാരനെ പടം എടുക്കൂല എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു റീസൺ നമ്മുടെ ടോവിനോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ആയപ്പോഴാണ് പുള്ളിക്കാരൻ നേരെ എന്താക്കി വഴക്ക് സിനിമ കൊണ്ടേ ഓൺലൈനിൽ ഇട്ടത്. സ്വന്തം സിനിമനെ തന്നെ ഇങ്ങനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പൊ എന്തായി, വർഷങ്ങളോടെടുത്ത എഫേർട്ട് മൊത്തം വെള്ളത്തിലായി അല്ലേ. ആ സിനിമയെ കൊണ്ട് ഇപ്പൊ ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറി. ഇങ്ങേർക്ക് നല്ല കഴിവുണ്ട്, ടാലന്റ് ഉണ്ട്, ഏതൊക്കെയോ സിനിമകൾ മുമ്പ് ചെയ്തിട്ട് കുറച്ച് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. അതിനപ്പുറത്തേക്ക് ഇങ്ങേർക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ എല്ലാം എടുക്കുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, ഈ സിനിമ റിലീസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വന്ന സമയത്ത് ടൊവിനോ ജസ്റ്റ് ഒരു അഭിപ്രായം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് പകരം OTT-ൽ റിലീസ് ചെയ്താൽ എന്താ, അങ്ങനെ പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ ചിന്തിച്ചത് വേറെ ഏതോ തരത്തിലേക്കാണ്. ടൊവിനോ സിനിമയെ തകർക്കാൻ ശ്രമിക്കുന്നു, തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അതേപോലെ തന്നെ മഞ്ജു വാര്യർ കേസ് എടുത്ത് നോക്കി, കയറ്റം എന്ന് പറഞ്ഞ സിനിമേന്റെ അടുക്ക് മഞ്ജു വാര്യർ പുള്ളിക്കാരൻ നോക്കി ചിരിച്ച്. അപ്പോഴേക്കും പുള്ളിക്കാരൻ ചിന്തിക്കുന്നത് മഞ്ജു വാര്യർക്ക് തന്നോട് മുടിഞ്ഞ പ്രേമാണെന്നുള്ളതാണ്. പിന്നീട് മഞ്ജു വാര്യർ അങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ടും പുള്ളിക്കാരൻ അതെന്നെ അങ്ങ് ഉറപ്പിച്ച് മനസ്സിലും മഞ്ജു വാര്യർ എന്നോട് സ്നേഹമാണെന്ന്. അതാണ് പറയുന്നത്. പുള്ളിക്കാരനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ഭയങ്കര എക്സ്ട്രീം ആയിട്ടാണ് എടുക്കുന്നത്. അതിന്റെ ഭവിഷ്യത്തുകളാണ് ഇപ്പം പുള്ളിക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഇനിയും ഒരുപാട് ആളുകളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ ഒന്നും പറയല്ലേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഒത്തിരി ടോപ്പിക്കുമായി വീണ്ടും കാണാം.